പണത്തെ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇന്ന് തന്നെ നിർത്തിക്കോ. അതായത് നിർത്തിക്കോളാൻ പറയുമ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താനല്ല ഞാൻ പറയുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്ന സമയത്ത് സാധാരണക്കാർ വരുത്തുന്ന കുറേയധികം മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ മുതലെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്രോക്കേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ബാങ്ക്സ് ആണെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട വലിയൊരു ലാഭത്തെ കാർന്ന് തിന്നുന്നത്. അതായത് ഈ മിസ്റ്റേക്കുകളൊന്നും ചെയ്യാതെയാണ് നിങ്ങൾ ലോങ് ടൈമിലേക്ക് SIP ചെയ്യുന്നതെങ്കിൽ ഇത്രയധികം ലാഭമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ ഈ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഇത്രയായിട്ട് കുറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിക്ഷേപകർ കാണിച്ചു കൂട്ടുന്ന പ്രധാനപ്പെട്ട 5 മിസ്റ്റേക്കുകൾ എന്തെല്ലാമാണെന്നും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ലാഭത്തെ കുറയ്ക്കുന്നതെന്നും ഇതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ 5 മിസ്റ്റേക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡറിലാണ്. അതായത് ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സും ഏറ്റവും അവസാനത്തേക്ക് 5ാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കുമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ആണോ റെഗുലർ ആണോ എന്ന് അറിയാതെ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് ആക്സിസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആരാണ് ഫണ്ട് മാനേജർ, അതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണെന്നും AUM എത്രയാണെന്നും അതുപോലെ തന്നെ CAGR റിട്ടേൺസ് എത്രയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെഗുലർ ഗ്രോത്ത് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇത് നമ്മൾ മാറ്റി നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 24.62% CAGR റിട്ടേൺസ് തരുമെന്നാണ്. എന്നാൽ ഞാനിത് മാറ്റിയിട്ട് ഇത്തരത്തിൽ റെഗുലറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ആ ഒരു CAGR റിട്ടേൺസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് 22.87% ഇവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് രണ്ടും ഒരേ ടൈപ്പ് ഫണ്ടാണ്. എന്നാൽ ഒരെണ്ണം റെഗുലറും മറ്റൊന്ന് ഇത്തരത്തിൽ ഡയറക്റ്റുമാണ്. ഇത്തരത്തിൽ റെഗുലർ എന്ന് പറയുന്ന സമയത്ത് അവിടെ റിട്ടേൺ കുറവാണെന്നും കാണാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ റിട്ടേൺ കൂടുതലാണെന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും ഒരേ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏതിലായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്? അപ്പോൾ നമ്മൾ നമ്മുടെ റിട്ടേണിലേക്ക് നോക്കുകയാണെങ്കിൽ റെഗുലർ ഫണ്ട് ഇത്തരത്തിൽ 22.87% റിട്ടേൺ ആണ് തരുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഡയറക്റ്റ് ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 24% മുകളിൽ റിട്ടേൺ തരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് SIP കാൽക്കുലേറ്ററിൽ ഇട്ടുകൊണ്ട് എത്ര റിട്ടേൺസ് ആണ് നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് നേടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് മാർക്കറ്റ് ഫീഡിൻ്റെ SIP കാൽക്കുലേറ്ററിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വന്നിട്ട് ഇത്തരത്തിൽ റാൻഡം ആയിട്ട് ഒരു 5000 രൂപ ഇത്തരത്തിൽ മാസം നിങ്ങൾ SIP എന്നൊരു വ്യക്തിയാണെന്ന് കരുതുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇത് 5000 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 25 വർഷം എന്ന് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലെ റെഗുലർ ഇതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ CAGR റിട്ടേൺ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ 22.87% ആണല്ലേ? അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേറ്ററിലേക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു റെഗുലർ ഫണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 25 വർഷം കഴിയുന്ന സമയത്ത് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 7,12,00,000 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡയറക്റ്റ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷം എത്ര രൂപ റിട്ടേൺ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതായത് ഒരു 1.5% വ്യത്യാസമല്ലേ ഉള്ളൂ, വലിയ വ്യത്യാസം വരികയില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് ഇത്തരത്തിൽ ഡയറക്റ്റ് ഫണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് 25 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,71,00,000 രൂപയാണ്. അതായത് സെയിം മ്യൂച്വൽ ഫണ്ടിൽ റെഗുലർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 7,12,00,000. അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഡയറക്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് 10,71,00,000 രൂപയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഈ ഒരു 3-3.5 കോടി രൂപയുടെ ലാഭം ആരാണ് കൊണ്ടുപോയത്? നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്താണ് ഡയറക്റ്റ് ഫണ്ടെന്നും എന്താണ് ഇത്തരത്തിൽ റെഗുലർ ഫണ്ടെന്നും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഡയറക്റ്റ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിൽ അവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്താണോ ഈ ഒരു ഫണ്ട് മാനേജർ എടുത്തിട്ട് ആ ഒരു ഫണ്ട് മാനേജർ ഇത്തരത്തിൽ ഏതെല്ലാം കമ്പനികളിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹം ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവിടുന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണോ അദ്ദേഹത്തിൻ്റെ ഒരു എക്സിറ്റ് ലോഡും അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചാർജസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത്തരത്തിൽ ആ ഒരു ഫണ്ട് എന്താണോ ആ കിട്ടിയ ലാഭത്തിൻ്റെ ആ ഒരു മെജോറിറ്റി ഭാഗം നിങ്ങൾക്ക് തന്നെ തരികയാണ്. എന്നാൽ നിങ്ങൾ റെഗുലർ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസും ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്കിടയിൽ ഇവിടെ ഒരു ബ്രോക്കർ പോലെ ഒരാൾ നിന്നുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കമ്മീഷനായിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കമ്മീഷനാണ് ഇത്തരത്തിൽ 1.5-2% നിങ്ങൾക്ക് കിട്ടേണ്ട റിട്ടേണിൽ നിന്ന് അവരെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ റെഗുലറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ റിട്ടേൺ അവിടെ കുറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയറക്റ്റ് ഫണ്ടും ഗ്രോത്ത് ഫണ്ടും തിരിച്ചറിയുന്നത് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും
ഇനി അതല്ല എങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇത്തരത്തിലൊരു ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ആ ഒരു ബാങ്കിൻ്റെ സർവീസ് വഴി ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് എന്തായാലും റെഗുലർ ഫണ്ടായിരിക്കും. അവിടെ ബാങ്ക് ഇടയ്ക്ക് നിന്നിട്ട് കമ്മീഷൻ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങളെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വിളിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ കൂടെ ഒരാൾ ഉള്ള രീതിയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ അത് റെഗുലർ ആകാൻ തന്നെയാണ് സാധ്യത. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഡയറക്റ്റ് ഫണ്ടിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ റെഗുലർ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകരുത്. ഇനി ഇത്തരത്തിൽ നമുക്കറിയാം പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടല്ലേ, അതായത് പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ മറ്റ് ബിസിനസ് കാരണം കൊണ്ട് അവർക്ക് പഠിക്കാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം റെഗുലർ ഫണ്ടുകളുള്ളത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണിൽ നിന്ന് അത് കുറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നോക്കാനും താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഡയറക്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് താല്പര്യമോ സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ റെഗുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെഗുലറും ഡയറക്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു റെഗുലർ ഫണ്ടിലാണെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തിക്കോ, എന്നിട്ട് ഡയറക്റ്റിലേക്ക് മാറ്റിക്കോ. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഫണ്ട് IDCW ആണോ ഗ്രോത്ത് ആണോ എന്ന് അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാനൊരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഒരു റെഗുലർ ഇൻവെസ്റ്റർ ആണെന്ന് കരുതുക അല്ലേ. അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിൻ്റെ വില കൂടും, അതിനനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു കമ്പനി ഇത്തരത്തിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ഒരു ഡിവിഡൻഡും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിവിഡൻഡ് കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് ആ ഒരു ഡിവിഡൻഡ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റോക്ക് അല്ല കിട്ടുന്ന, പകരം മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഏതൊക്കെയോ കമ്പനികളുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ആ പറയുന്ന കമ്പനികളൊക്കെ തന്നെ ഇത്തരത്തിൽ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡിവിഡൻഡിന് നിങ്ങളും അർഹനല്ലേ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിവിഡൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ IDCW സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു വരുന്ന ഡിവിഡൻഡ് ഫണ്ട് എടുക്കേണ്ട, അത് പകരം വീണ്ടും ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് SIP എന്ന കുറേ അധികം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ SIP ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം ഇത്തരത്തിൽ കുറച്ച് പൈസയെങ്കിലും വല്ലപ്പോഴും ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് പലരും ഇത്തരത്തിൽ IDCW എടുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് കോമ്പൗണ്ടിങ് റിട്ടേൺ നല്ല രീതിയിൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ IDCW സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഗ്രോത്ത് ഫണ്ടിൽ മാത്രമായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് IDCWയുടെ റിട്ടേൺ എന്ന് പറയുന്നത് കുറവും അതുപോലെ തന്നെ ഗ്രോത്ത് ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതൽ. അപ്പോൾ നേരത്തെ എങ്ങനെയാണോ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് SIP ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഗ്രോത്ത് ഫണ്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് തരുന്നത്. ഇതിനൊപ്പം തന്നെ IDCWയുടെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ എമൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ IDCW നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കിട്ടുന്ന വലിയ എമൗണ്ടിന് പുറത്ത് നിങ്ങൾ ഇത്തരത്തിൽ 30% ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഗ്രോത്തിലേക്കാണ് അത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതുമില്ല. നിങ്ങൾ പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഇത്തരത്തിൽ ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് വരികയും 10% മാത്രം ടാക്സ് അടച്ചാൽ മതിയാകുന്നതും ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് IDCWയും ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന IDCWയുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിർത്തിക്കോ, എന്നിട്ട് ഗ്രോത്തിലേക്ക് മാറ്റിക്കോ. മ്യൂച്വൽ ഫണ്ടിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ പ്രധാനമായിട്ടും കാണിച്ചു കൂട്ടുന്ന മൂന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ് സ്മോൾ ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അത് നമുക്കറിയാം, സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള റാലി കാഴ്ച വെക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സേഫാണ്, അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നത് കുറേ സേഫാണ്, SIP അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ലോങ് ടൈമിലേക്ക് SIP ചെയ്യുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫണ്ടിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതായത് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, പല പല ഫണ്ടുകളിലേക്ക്. അതായത് ഞാൻ പറയുന്ന സമയത്ത് ഇത്തരത്തിൽ ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ അത് അല്ലെങ്കിൽ ഡിഫറൻറ്റ് അസറ്റുകളുണ്ടല്ലേ, ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിലും ബോൺസ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ഇത്തരം പല പല അസറ്റുകളിലേക്ക് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് വേണം നിങ്ങൾ SIP ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇത്തരത്തിൽ എക്സാമ്പിളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും എടുക്കുകയാണെങ്കിൽ എപ്പോഴാണോ മാർക്കറ്റ് വീഴുന്നത് ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഗോൾഡിൻ്റെ വില ശക്തമായിട്ട് ഉയരാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ മാർക്കറ്റ് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഗോൾഡിൻ്റെ വില ശക്തമായി ഉയരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഗോൾഡ് സെല്ല് ചെയ്തിട്ട് ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് ആ ഒരു പൈസ പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഹൈ പ്രൈസിൽ ഗോൾഡ് വിട്ടിട്ട് ലോ പ്രൈസിൽ ഈ ഒരു ഷെയർസ് വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നീട് മാർക്കറ്റ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സമയത്ത് ഒബ്വിയസ്ലി ഇത്തരത്തിൽ ഗോൾഡിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് ഗോൾഡിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗോൾഡിൻ്റെ സ്റ്റോക്കിൻ്റെയും കേസിൽ മാത്രമല്ല, മാർക്കറ്റ് സൈക്കിൾ മാറുന്നതിനനുസരിച്ച് പല പല അസറ്റുകളിൽ ഇത്തരത്തിൽ ആ ഒരു മുന്നേറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം എടുത്തു
പറയാനുള്ളത്, നിങ്ങൾ പല പല ഫണ്ടിലേക്ക് ഒരേ സമയം SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഫണ്ടുകളുടെ അലോക്കേഷൻസ് ഏതെല്ലാം കമ്പനിയിലേക്കാണ് പോയേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങളൊരു മിഡ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേസമയം തന്നെ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഫണ്ടിലേക്ക് പോയിക്കൊണ്ട് ആ ഒരു ഫണ്ട് മാനേജർ ഏതെല്ലാം കമ്പനികളിലാണ് ആ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിലേക്ക് വന്നിട്ട് ഏതെല്ലാം കമ്പനിയിലാണെന്നും എത്ര പെർസെൻറ്റേജ് ആണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഈ കമ്പനികളൊക്കെ ഒരേപോലെ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ആ ഫണ്ട് രണ്ടും ഏകദേശം സെയിം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കറക്റ്റ് അല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള കമ്പനികളിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള സെക്ടറുകളിലൊക്കെ ആയിരിക്കണം ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെക്ക് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് സെറോദയുടെ കോയിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ വേണ്ടിയിട്ട് ഞാനിവിടെ HDFC ഇൻഡെക്സ് നിഫ്റ്റി 50 പ്ലാൻ എന്ന് പറയുന്ന ഒരു ഫണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആണ്, ഗ്രോത്ത് ആണ്, രണ്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്, ഈ ഒരു ഫണ്ട് ഏതെല്ലാം കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏതെല്ലാം കമ്പനീസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കമ്പനിക്ക് എത്ര പെർസെൻറ്റേജിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഉള്ളതെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫണ്ടും എടുത്തിട്ട് ഇത്തരത്തിൽ സെയിം കമ്പനികൾ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്മോൾ ക്യാപ്പിലാണെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിക്കോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട വലിയ മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇത് അറിയാമെങ്കിലും ഇത് ആരും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ നാലാമത്തെ മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ അതാണ് എമർജൻസി ഫണ്ട് ഇല്ലാതെ ഇത്തരത്തിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പല ആൾക്കാരോടും ചോദിക്കുന്ന സമയത്ത് പലരും ഇത്തരത്തിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ എമർജൻസി ഫണ്ട് എന്നൊരു സാധനം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന റവന്യൂ സോഴ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ അടുത്തൊരു ജോലി കിട്ടുന്നവർ വരെ അല്ലെങ്കിൽ അടുത്തൊരു ഇൻകം കിട്ടുന്നവർ വരെ സർവൈവ് ചെയ്യാനുള്ള ആ ഒരു ടൈമാണ് ഇത്തരത്തിൽ നമ്മൾ എമർജൻസി ഫണ്ട് ഉപയോഗിക്കുന്നത് അല്ലേ. എന്നാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻകം നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജോലി കിട്ടുന്നവർ വരെ സർവൈവ് ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു SIP ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു ടാർഗറ്റ് ഏതൊരു ഗോൾ വെച്ചിട്ടാണോ SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതവിടെ ബ്രേക്ക് ആയി പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു 4 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു പാർട്ട് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വരും, അതായത് ജീവിക്കാനായിട്ട് പിൻവലിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സും ആ ഒരു പ്ലാൻ ചെയ്ത റിട്ടേണും കാര്യങ്ങളെല്ലാം തന്നെ താളം തെറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒരു എമർജൻസി ഫണ്ട് ഇല്ലാതെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയിട്ട് ആദ്യം എമർജൻസി ഫണ്ട് 6 മാസത്തേക്ക് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ആദ്യം നിങ്ങൾ ശേഖരിച്ച് ലിക്വിഡായിട്ട് നിങ്ങളുടെ ബാങ്കിലോ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഇല്ലാതെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതും പലർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ പേഴ്സണലി ഞാൻ പലരോടും സംസാരിക്കുന്ന സമയത്ത് പലരും SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ഫണ്ട് ഏതാണെന്ന് ഇറക്കുന്നുണ്ട്, അതിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, പലർക്കും ടേം ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കണക്കുകൾ സഹിതം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് കണക്കുകൾ സഹിതം കാണിച്ചു തരാനായിട്ട് ഞാനിവിടെ വീണ്ടും വന്നിരിക്കുന്നത് മാർക്കറ്റ് ഫീൻ്റെ SIP കാൽക്കുലേറ്ററിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മാസം ഒരു 5000 രൂപയാണ് നിങ്ങൾ SIP ചെയ്യുന്നതെന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഗ്രോത്ത് ഫണ്ടിലേക്ക് ഒരു ഡയറക്റ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 25 വർഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ 10,71,00,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 25 വർഷം കഴിയുമ്പോൾ SIP ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു എമൗണ്ടാണ്. എന്നാൽ നിങ്ങളൊന്ന് കരുതുക നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, അതുപോലെ തന്നെ ടേം ഇൻഷുറൻസും എടുക്കാത്തൊരു വ്യക്തിയാണെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ SIP ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾ SIP ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5ാമത്തെ വർഷം നിങ്ങൾക്കൊരു എമർജൻസി വരികയാണ്, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് നിങ്ങൾക്കൊരു ഫണ്ട് എടുക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ കയ്യിൽ SIP ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഇരിപ്പുണ്ടല്ലോ, അത് എടുത്താൽ മതിയല്ലോ, പ്രശ്നമില്ലല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഒരു ഫണ്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ എത്ര രൂപ ഉണ്ടാകും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു എമർജൻസി വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫണ്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് പറഞ്ഞ് വെറും 5,90,000 രൂപ മാത്രമാണെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 5 വർഷം കഴിഞ്ഞിട്ട് വെറും 5 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ എമർജൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ചിലപ്പം ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത് ഇത്തരത്തിൽ 10 കോടിക്കാണെങ്കിലും നിങ്ങൾക്ക് 5 കൊല്ലം കഴിയുന്ന സമയത്ത് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 6 ലക്ഷത്തിനടുത്ത് മാത്രമാണ്. അപ്പോൾ ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം വരുന്നത്. അതായത് നിങ്ങൾ ഈ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 5-6 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ മുകളിലേക്കോ കവർ ലഭിക്കുന്ന ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു എമർജൻസി സമയത്ത് നിങ്ങൾക്ക് അത് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ബില്ലും മറ്റു കാര്യങ്ങളും അവിടെ പേ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ SIP അവിടെ സേഫായിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് 10 കോടി എന്നുള്ള
നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. അതായത് പുള്ളിക്ക് ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപ മാത്രമാണ്. ആ ഒരു സമയത്ത് എങ്ങനെയാണ് SIPയും അതുപോലെ തന്നെ ഇൻഷുറൻസും, അതായത് ഹെൽത്ത് ഇൻഷുറൻസും ഒരുമിച്ച് വാങ്ങുന്നത്? അത് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു SIP എമൗണ്ടിൽ ആ ഒരു SIP എമൗണ്ട് കുറച്ചുകൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം നിങ്ങൾക്ക് ഇൻഷുറൻസ് ബൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ മാസം ഒരു 5000 രൂപ മാത്രം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോട്ടൽ എമൗണ്ട് ഇത്തരത്തിൽ SIPയിലേക്ക് ഇടണമെന്നില്ല. പകരം ഇത്തരത്തിൽ അതിൽ നിന്ന് ഒരു 2000 രൂപ മാസം എടുത്തിട്ട് അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 3000 രൂപ മാത്രമായിരിക്കും അദ്ദേഹത്തിന് SIP ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 25 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു 10 കോടി എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റില്ലായിരിക്കും. എന്നിരുന്നാൽ പോലും 6,42,00,000 രൂപയിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2000 രൂപ ഇൻഷുറൻസിലേക്ക് ഇടാതെ SIPയിലേക്ക് തന്നെ ഇടുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ അത് ചെയ്തുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ 2000 രൂപ വെച്ചിട്ട് ഇതേ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ 2,36,000 രൂപ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കറിയാം, നിങ്ങൾ മാസം 2000 രൂപ എടുത്തിട്ട് ഇത്തരത്തിലൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ വർഷം നിങ്ങൾക്ക് എങ്ങനെ പോയാലും 5 ലക്ഷത്തിന് മുകളിലുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഇത്തരത്തിൽ ലാഭമാണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് SIP ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ പറഞ്ഞ 5 മിസ്റ്റേക്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തിയിട്ട് മാത്രം നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അതൊരു ഡയറക്റ്റ് ഫണ്ട് ആയിരിക്കണം, അതേസമയം അതൊരു ഗ്രോത്ത് ഫണ്ട് ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പിൽ മാത്രമാകാതെ പ്രോപ്പറായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം. ഇനി 4ാമത്തെയും 5ാമത്തെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുകയാണെങ്കിൽ, പ്രോപ്പറായിട്ടൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും